മലയാളി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജോലി തിരക്കായ കാരണം പുതിയ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ ഇന്നലെ ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഒരു ചെറിയ വീഡിയോ റെഡിയാക്കി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പച്ചച്ചീര ഉണ്ട്, അത് വെച്ചുള്ളൊരു ചെറിയ റെസിപ്പിയാണ് വയ്ക്കുന്നത്. എല്ലാവരും കൈനീട്ടി സ്വീകരിക്കും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണിത്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ ചീര, പിന്നെ അതിന് വേണ്ട ചേരുവകൾ സവാള, ചെറുള്ളി, അതേമാതിരി വെളുത്തുള്ളി, 2 ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, ഒരു തക്കാളി. ഇതെല്ലാം നമ്മളിത് അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വേണ്ട എല്ലാ ഇതുമായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രം വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ, ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇടുക. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ തന്നെ ജീരകം ഇടുക. പിന്നെ ഒരു ചെറിയ സ്പൂൺ കടുക് ഇടുക. ഇതെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 3-4 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളക് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതാ വറ്റൽമുളകിട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ അതിൽ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉടൻ തന്നെ അതിൽ നിന്ന് നമ്മുടെ ഓരോ സാധനങ്ങളായിട്ട് അതിലേക്ക് ഇടുക. ആദ്യം പച്ചമുളക് ഇടുക, പിന്നെ വെളുത്തുള്ളി, അതോടൊപ്പം തന്നെ ചെറുള്ളി, അതോടൊപ്പം സവാള, ഇങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതാ ഇത്രയും ഇത്രയും സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് നമുക്ക് വഴഞ്ഞ് കിട്ടും. വഴറ്റാനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മറ്റ് സാധനങ്ങളൊന്ന് അടച്ചു വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും മറ്റ് സാധനങ്ങളും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കാച്ചിരിക്കുന്ന ചേരുവകളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ട് അതും കൂടി ഒന്ന് പച്ചമണം മാറി വഴണ്ട് വരുമ്പോൾ നമുക്കതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ടാവും. അത് വരാതിരിക്കാൻ ഓരോ ഐറ്റം ഇടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത്രയും നന്നായിരിക്കും. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്, മറ്റ് ഓയിലുകളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് വേണ്ട ആ വെളിച്ചെണ്ണയിലേക്ക് അപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ടൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ആ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടച്ചാൽ ആ പൊടിയുടെ മസാലകളെല്ലാം ഒന്ന് ചൂട് തട്ടുമ്പോൾ അതിനൊരു നല്ല സ്മെല്ല് കിട്ടും. അതൊന്ന് വഴറ്റി വരും, അതിലെല്ലാം പിടിക്കുകയും ചെയ്യും. ഉരുളക്കിഴങ്ങിലൊക്കെ അത് പിടിക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തെന്ന് കരുതി നല്ലതാണ്. അപ്പോൾ നമ്മളതൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അത് ഒന്ന് അടച്ചു വെച്ചാൽ എല്ലാം ഒന്ന് ശരിക്കും അത് പൊളിച്ചും പിടിക്കും, മിക്സായി പിടിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് അവസാനമായിട്ട് ആ തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേരുവകളെല്ലാം ഒരുവിധം വഴറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അടച്ച് ഒരു ഇത്തിരി ചൂട് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്മുടെ ചേരുവയും കൂടി ചേർക്കാം. മറ്റൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒന്ന് ചൂട് തട്ടിച്ചു കഴിഞ്ഞാൽ കണ്ട ശരിക്കും ചൂടായി വന്നു കഴിഞ്ഞു. നല്ലോണം പാകമായി വരുന്നുണ്ട് പെട്ടെന്ന് എന്ന് വെച്ചാൽ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്നും കൂടി ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ചീര അതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഉപ്പ് നോക്കി ഒന്ന് പോരായ്മ ഉണ്ടെങ്കിൽ ചീര ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ചീര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉപ്പിടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചീരയിൽ പിടിച്ചാൽ ഭയങ്കര തട്ടിപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് നല്ലോണം ശരിക്കും വഴറ്റി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും വെന്ത് തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, യാതൊരു കാരണവശാലും ഇതിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ ഇതാകെ കുഴഞ്ഞിതായിപ്പോൾ, അല്ലെങ്കിൽ തന്നെ ചീരയിലുള്ള വെള്ളം കൊണ്ട് നമുക്ക് ഇത് മതിയാവും.
ഇതാണ് നമ്മളിത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ പച്ച ചീരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രഷ് സാധനം, മാർക്കറ്റിലെ പോലെ വളക്കൂട്ടോ അല്ലെങ്കിൽ വിഷാംശങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ തോട്ടത്തിലുണ്ടായ നല്ല ചീരയാണിത്. ഈ പച്ചച്ചീര ആകുമ്പോൾ ഇലവർഗത്തിലെല്ലാം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ ആണ്, കണ്ണിനൊക്കെ നല്ലതാണ്. അപ്പോൾ ചുമന്ന ചീരയിലും ഇതേപോലെ ഉണ്ട്, പക്ഷേ ചുമന്ന ചീരയിലെ പോലെ തന്നെ നല്ല ഗുണങ്ങൾ അടങ്ങിയ പച്ചച്ചീരയാണ്. നമ്മുടെ നാട്ടിൽ ഇതിൽ മുള്ളൊക്കെ ഉണ്ട്, മുള്ളൻ ചീര എന്ന് പറഞ്ഞ് കേട്ടു. ഇതിൽ സാധാരണ ഉപയോഗിക്കുന്ന പരിപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ പരിപ്പ് വേവിച്ച് മിക്സ് ചെയ്താണ് പരിപ്പ് കൂട്ടി വലത്തുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഉരുളൻകിഴങ്ങ് കൂട്ടി ഇതാ കണ്ടോ, ശരിക്കും വെന്ത് ഉടഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട പച്ചച്ചീരയുടെ ഇപ്പോൾ വെന്തിരിക്കുന്ന പച്ചച്ചീര നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കൂടി ആയി കഴിയുമ്പോൾ ടേസ്റ്റായി. നമ്മൾ ഇതൊന്നും കൂടി തട്ടിപ്പൊത്തി അടച്ച് വെച്ച് ഒരു 2 മിനിറ്റോളം മതിയാവും. അധികം വെച്ചാൽ ഇതായി പോവും, കരിഞ്ഞു വരും. അവസാനമായിട്ട് നമ്മൾ ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റൗ ഓഫ് ചെയ്താൽ നമ്മൾ ആ ചൂടുകൊണ്ട് അതൊന്ന് മയമായി വരും. അത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് സെർവ് ചെയ്യാം. നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയുക, നമ്മളത് സ്വീകരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് അത്യാവശ്യം.